ഹായ് എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന SSLC ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോട്ട് മാസ് ആണ്. നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായും കൃത്യമായും ഉത്തരം കിട്ടണമെങ്കിൽ ഇയാൾ അറിഞ്ഞിരിക്കണം. ഇയാൾ അറിഞ്ഞില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് തെറ്റും. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ബോട്ട് മാസ് ആയത്. അപ്പം നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. അപ്പം എന്താണ് ബോട്ട് മാസ് എന്ന് പറയുന്നത് അറിയണമെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലോട്ട് ഉറപ്പിച്ച് വെച്ചേക്കുക. ബോട്ട് മാസ് വലിയ കാര്യമൊന്നുമില്ല. ഈ ബി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിനെ കുറിച്ച് ഓർക്കാം. ബ്രാക്കറ്റ് വേറെ ഒന്നും ഓർക്കണ്ട. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ ഇൻറ്റു ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഓർഡറിൽ എഴുതിയേക്കുന്നതാണ് ഈ ബോട്ട് മാസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ബി ചെയ്യണം, അല്ലെങ്കിൽ ബ്രാക്കറ്റിനകത്ത് എന്താണോ ഉള്ളത് അത് ചെയ്യണം. കണ്ടോ, ഈ ബ്രാക്കറ്റ് കണ്ടോ, ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ബാക്കി ആളുകളെ ഒന്നും നിങ്ങൾ തൊടണ്ട, അത് അവിടെ തന്നെ വെച്ചേക്കുക. 4×12 പ്ലസ്, അത് മാറ്റമില്ല. അതാണ്ട് ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. പറ മക്കളെ, ബ്രാക്കറ്റിനകത്ത് എന്താണുള്ളത്? 5 - 4, 5-ന്ന് 4 കുറയ്ക്കണം. മീൻസ് ഉത്തരം എത്രയാണ്? 1. കഴിഞ്ഞു. കണ്ടോ, അപ്പോൾ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ബി ആദ്യം ചെയ്യണം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ചെയ്തു. ആൻസർ ഈസ് 1. ബാക്കി നിങ്ങൾക്കറിയാം. അടുത്തത് ഈ ഒ മീൻസ് ഓഫ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതും ഒരു മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഈ ഡി മീൻസ് എന്തോ മക്കളെ? ഡിവിഷൻ. സംശയമില്ലല്ലോ. എം എന്ന് വെച്ചാൽ എന്തോ അർത്ഥം? മൾട്ടിപ്ലിക്കേഷൻ. അറിയാമല്ലോ. അപ്പോൾ അടുത്ത റൂൾ അനുസരിച്ച് ഇത് ഡിവിഷൻ ആണ്, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ നോക്കൂ, ഈ ചോദ്യത്തിൽ ഇനി ബാക്കി എന്തുണ്ട്? ഇൻറ്റുവും ഉണ്ട്, പ്ലസ്സും ഉണ്ട്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു അല്ലേ ചെയ്യേണ്ടത്? ആണ്. അതുകൊണ്ട് ആൻസർ ഈസ് 4×12. 4-നെ 12 ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 48. പിന്നെന്തുണ്ട്? ഒരു പ്ലസ് 1 അതുപോലെ ഉണ്ട്. ഇനി കൂട്ടാനാണെന്നറിയാം. അപ്പോൾ ആൻസർ ഈസ് 49. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി പറഞ്ഞാൽ 49 അത് ചെയ്യണമെങ്കിൽ ഏതറിയണം? ബോട്ട് മാസ് അറിയണം. ഇല്ലെങ്കിൽ തെറ്റും ഉറപ്പ്. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ ഇൻറ്റു ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് എവിടെയാണ് ചെയ്യേണ്ടത് മക്കളെ? എവിടെയാണ് ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. ബാക്കി ആൾക്കാരെ ഒന്നും നിങ്ങൾ തൊടാനേ പോകരുത്. അതുകൊണ്ട് -4 അവിടെ നിൽക്കട്ടെ, ×5 അവിടെ നിൽക്കട്ടെ, പ്ലസ് അവിടെ നിൽക്കട്ടെ, തൊട്ടുപോരുത്. ഇനി ആദ്യത്തെ കാര്യം, ഈ മൈനസും കണ്ടല്ലോ, 2 മൈനസ് അടുത്ത് വന്നാൽ എന്താകുമെന്ന് നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ SSLC ചാനലിലെ ആദ്യത്തെ വീഡിയോ പഠിപ്പിച്ച ഇതാണ്. മൈനസും കൂടെ അടുത്ത് വന്നാൽ എന്തായി മാറും? നിങ്ങളെ പഠിപ്പിച്ചതാണ്. മൈനസും അടുത്ത് വന്നാൽ എന്തായി മാറും? പ്ലസ് ആയി മാറും. പഠിപ്പിച്ചതാണ്. ഇപ്പോഴും നമ്മൾ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, മൈനസും പ്ലസും വന്നു. മൈനസും പ്ലസും വന്നാൽ എന്ത് ചെയ്യണം? വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. നിങ്ങൾക്കറിയാം, കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 1 കിട്ടുന്നുണ്ട്. ഈ 3-ന്ന് 3 4, അപ്പം 4-ന്ന് 3 കുറച്ചാൽ 1. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം എന്ന് പറയും പ്ലസ്. അപ്പോൾ ആൻസർ ഈസ് 1. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാം ചെയ്ത് കിട്ടുന്ന എത്രയാണ്? 1 എന്ന ഉത്തരം കിട്ടും. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഇൻറ്റു ഉണ്ട്, ഈ 2 സംഖ്യയും കൂടെ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, അതോടൊപ്പം അഡിഷനും ഉണ്ട്. ബോട്ട് മാസ് അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലേ? എന്താണ് ആദ്യം ചെയ്യേണ്ടത്? എം ആണ് ആദ്യം ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് +5 ആണെന്നറിയാം. അതും നിങ്ങളെ ഒന്നാമത്തെ വീഡിയോ ഞാൻ പഠിപ്പിച്ചു. ഈ മൈനസും പ്ലസും കൂടെ ഗുണിച്ചാൽ എന്താണ് ആദ്യം കിട്ടുന്ന ഉത്തരം? മൈനസും പ്ലസും കൂടെ ഗുണിച്ചാൽ എന്ത് തന്നെ കിട്ടൂ? മൈനസ്. അപ്പോൾ ഉത്തരം -20 എന്ന ഉത്തരം ഇവിടെ കിട്ടും. ബാക്കി എന്തുണ്ട്? ഒരു +1 കൂടെ ഉണ്ട്. ഇനി വ്യത്യസ്ത ചിഹ്നം വന്നു, ഇവിടെ -1, ഇവിടെ പ്ലസ് വന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 19. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. അതുകൊണ്ട് ഉത്തരം ഈസ് -19. ഇതെല്ലാം ഒന്നാമത്തെ വീഡിയോ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ അതൊക്കെ പഠിപ്പിച്ചത്. ഓക്കെയാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ്? -19 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്ക് കാണാം, ബ്രാക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട? ബ്രാക്കറ്റ്. അതുകൊണ്ട് 2×100 യാതൊരു മാറ്റവും ഇല്ല. എല്ലാവരും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ, ഞാൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പേ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 2×100 മാറ്റമില്ല. പ്ലസ് ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ അത് 0 ആകുന്നു. അപ്പോൾ 2×100 എന്ത് തന്നെയാണ്? 200 എന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 200 ആണ്.
അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്കറിയാം ഈ ചോദ്യത്തിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഇൻറ്റു ഉണ്ട്. ഏതാദ്യം ചെയ്യേണ്ട? ബോർഡ് മാസ് എന്ന റൂൾ അനുസരിച്ച് ബോർഡ് മാസ് അനുസരിച്ച് ഏതാദ്യം ചെയ്യേണ്ട? നിങ്ങൾ ആലോചിച്ചോണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ, സബ്ട്രാക്ഷൻ ഇവിടെ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഏത് തന്നെ? മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് ഇവിടെ 20നെ തൊട്ടു പോരുത്, മൈനസിനും യാതൊരു മാറ്റമില്ല, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. 3 × 10, 3 × 10 എത്രയാ? 30. ഇനി നിങ്ങൾ പറ, ഇതിന്റെ ചിഹ്നം എത്രയാ? പ്ലസ് ആണ്. അപ്പൊ ഇതിന്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ 10 കിട്ടും, വലുതിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പോൾ ഉത്തരം ഈസ് -10 ആണ് ആൻസർ. എന്തോ ആൻസർ? -10. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഇവിടെ അറിയാം ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്, ബാക്കിയുള്ള ആൾക്കാരെ തൊട്ടുപോരുത്. അപ്പൊ 10/2 അവിടെ ഇരിക്കട്ടെ. ഇനി ഈ 10/2 കഴിഞ്ഞതാ ഈ ബ്രാക്കറ്റ് ആണെന്ന് പറഞ്ഞു, അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ഒരു ഇൻറ്റു ഉണ്ടെന്നാണേ. ബ്രാക്കറ്റ് ഇൻറ്റു ആണ്. ഇൻറ്റു എത്രയാ? 10 മാറൂടെ കൂട്ടി 14. ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 എന്ന ഉത്തരം കിട്ടും. ഇനി നിങ്ങൾക്കറിയാം ഏതാണ് ബോർഡ് മാസ് അനുസരിച്ച് ഏതാ ചെയ്യേണ്ടതാ? ഈ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്, അതുകൊണ്ട് അതങ്ങ് ചെയ്താൽ മതി, തെറ്റില്ല. 5 എന്ന് കിട്ടും. 5 × 16 കിട്ടും. 16 × വെച്ച് എത്ര കിട്ടും? 80 എന്ന് ഉത്തരം കിട്ടും. 80 ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ബോർഡ് മാസ് അനുസരിച്ച് ഇവിടെ ഡിവിഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഡിവിഷൻ ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്, പ്ലസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബോർഡ് മാസ് ബോർഡ് മാസ് അനുസരിച്ച് എന്ത്? ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ 10 പ്ലസ് ഡിവിഷൻ ചെയ്യുമ്പോൾ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 2. അപ്പോൾ അതിൻ്റെ 2 അങ്ങ് എഴുതി വയ്ക്കുക. ബാക്കിയുള്ളത് ഒന്നിനും ഒരു മാറ്റവും ഇല്ലാതെ എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾ പറ, ഇവിടെ അഡിഷൻ ചെയ്യണോ അതോ ഈ ഇൻറ്റു ചെയ്യണോ? ആദ്യമേ ഇൻറ്റുവല് ചെയ്യേണ്ടത്. ബോർഡ് മാസ് എം അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് 10 + 2 + ഒരു മാറ്റവും ഇല്ല. 5ൻ്റെ 2 കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 5ൻ്റെ 2 കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 10. അതെഴുതി. ഇനി അടുത്ത എല്ലാം കൂടെ കൂട്ടാനാണല്ലോ. 10ഉം 2ഉം 10 കൂടെ ഗുണിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 22. ആൻസർ ഈസ് 22. കുഴപ്പമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്ത ചോദ്യം നിങ്ങൾക്കറിയാം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡിഷൻ ഉണ്ട്. ഏതാദ്യം ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് അറിയാം, അതുകൊണ്ട് 10 + 30 കിട്ടുന്നു. ആൻസർ ഈസ് 40. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ എത്ര? 40. അപ്പോൾ ഇതുപോലെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു ചോദ്യം ഇവിടെ, അടുത്ത ചോദ്യം ഇവിടെ, മറ്റൊരു ചോദ്യം ഇല്ലാതെ ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കുക. എന്നിട്ട് ഉത്തരങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആണ് ഈ SSLC ചാനലിൽ വരുന്ന നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് എത്തിച്ചേരും. അതിന് മുമ്പായിട്ട് ബേസിക് ആയിട്ടുള്ള മാത്സ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും താങ്ക് യു. ബൈ.